ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി സഭ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ഇന്ന് ഏവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗമുണ്ടല്ലോ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സസ് 35 through 43, which read as today's gospel portion. And first lesson was Ezekiel chapter 37 verses commencing from 1 through 14, and second lesson was Acts 9:10 through 18, and today's epistle was Philippians chapter 3 verse 7 through 16. ഈ 4 വേദഭാഗങ്ങളെ ആസ്പദമാക്കി ഇന്ന് സഭ തന്നിരിക്കുന്ന തീമിനെ അടിസ്ഥാനപ്പെടുത്തി അല്പനേരം നിങ്ങളോട് ദൈവവചനം പങ്കുവെക്കണമെന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയ നോമ്പിൻ്റെ 36ാമത്തെ ദിവസമാണല്ലോ ഇന്ന്, 6th Sunday of Great Lent. ഇന്ന് സഭയായി തന്നിരിക്കുന്ന പ്രത്യേക വിഷയം ജീസസ് ക്രൈസ്റ്റ് ഹു ഗീവ്സ് ന്യൂ വിഷൻ ടു ലൈഫ് എന്നുള്ളതാണ്. ജീവിതത്തിന് നവദർശനം നൽകുന്ന യേശുക്രിസ്തു എന്നുള്ളതാണ് ഇന്നത്തെ തീം. ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ കയറുന്നതിനായിട്ട് 4 ചെറുപ്പക്കാർ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ട്രെയിൻ വരാൻ അല്പനേരം ഉള്ളതുകൊണ്ട് അവരവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്നാൽ ട്രെയിൻ വന്ന് ആൾക്കാരെല്ലാവരും ആ ട്രെയിനിൽ കയറി ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പാളത്തിലൂടെ മുൻപോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പെട്ടെന്ന് ഞെട്ടി ഉണർന്നെഴുന്നേറ്റത്. ഓടിപ്പിടിച്ച് 3 പേര് ട്രെയിനിനകത്ത് കയറി. അപ്പോഴത്തേക്ക് ട്രെയിൻ സ്പീഡിൽ വിട്ടു. എന്നാൽ ഒരാൾ എത്ര ഓടിയിട്ടും ട്രെയിനിൽ കയറാനായിട്ട് പറ്റിയില്ല. അയാൾ ആ പ്ലാറ്റ്ഫോമിൽ വല്ലാതെ ദുഃഖിതനായി. ഇന്ന് ഭാരപ്പെടുന്നത് കണ്ട് മറ്റൊരു മനുഷ്യൻ, വേണ്ട വിഷമിക്കേണ്ട, അടുത്ത ട്രെയിനിന് നിനക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്കതിലല്ല ദുഃഖം, അവരുടെ ടിക്കറ്റ് കൂടെ എൻ്റെ കയ്യിലാണ്. ഇന്ന് ജീവിതത്തിൻ്റെ മേഖലകളിൽ നയിക്കുന്നവരും നയിക്കപ്പെടുന്നവരും ജീവിക്കുന്നവരും ജീവിതത്തിൽ എങ്ങോട്ട് പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ യഥാർത്ഥത്തിലുള്ള ദിശ അറിയാതെ ആശയക്കുഴപ്പത്തിലായ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിലുള്ള ജീവിതം കെട്ടുപണി ചെയ്യുവാൻ വി നീഡ് എ ന്യൂ വിഷൻ. അത് ദാനമായിട്ട് നൽകുന്നത് നമ്മുടെ പരിപാലകനും നമ്മുടെ ജീവൻ്റെ നാഥനുമായ യേശു കർത്താവാണ് എന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല. വാട്ട് ഈസ് എ വിഷൻ? ഇറ്റ് ഈസ് ആൻ ഇന്നർ സൈറ്റ്. ഉൾക്കണ്ണുകൊണ്ട് കാണുന്നതാണ് ദർശനം എന്ന് പറയുന്നത്. പുറമേയുള്ള കാഴ്ചകളെല്ലാം കാണുന്നത് കേവലം സൈറ്റാണ്. വിഷൻ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം സൈറ്റ്. യഥാർത്ഥത്തിൽ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കേണ്ടുന്ന, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു നവദർശനം നമുക്കുണ്ടായേ തീരൂ. വൈ ഡു വി നീഡ് എ ന്യൂ വിഷൻ? എന്തുകൊണ്ടാണ് നമുക്ക് ഒരു നവദർശനം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്? ഞാൻ ഈ 4 വേദഭാഗത്തെ ആസ്പദമാക്കി ഓരോ ചിന്തകൾ ഓരോ ഭാഗത്ത് നിന്ന് ചുരുക്കമായിട്ട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ഈ നവദർശനം? ദിസ് ന്യൂ വിഷൻ ഫോർ ന്യൂ ട്രാൻസ്ഫോർമേഷൻ. പുതിയ രൂപാന്തരത്തിന് വേണ്ടിയാണ് ഈ പുതിയ ദർശനം. ഏവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കൊരു മനുഷ്യനെ കാണാൻ സാധിക്കും. ജന്മന കുരുടനായ ബർത്തിമായി. പേരിൻ്റെ അർത്ഥം സൺ ഓഫ് അൺക്ലീൻ, അശുദ്ധിയുടെ പുത്രൻ. ഒരു നല്ല പേരില്ല, അഡ്രസ്സില്ല, ജോലിയെ പദവിയെ ഈ സമൂഹം നൽകുന്ന മറ്റ് യാതൊന്നും ഇല്ല. എന്നാൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. കർത്താവ് പോകുമ്പോൾ അത് കർത്താവാണെന്ന് തിരിച്ചറിയുവാനും ആ കർത്താവിൻ്റെ സന്നിധിയിൽ
The shortest and meaningful prayer he submitted unto his feet. That was Kyrie eleison, Lord have mercy on me. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. തൻ്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണുവാൻ പുറമേയുള്ള കാഴ്ചകളില്ലെങ്കിലും അകക്കണ്ണിൽ കർത്താവിനെ കാണുവാനുള്ള ദർശനം അവനുണ്ടായിരുന്നു. കർത്താവിനോട് അവൻ പ്രാർത്ഥിച്ചു. കർത്താവ് അവിടെ നിന്നു, അവനെ കാഴ്ച നൽകി. കാഴ്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ഞാനിതുവരെ പക്ഷികൾ കരയുന്നതേ കേട്ടിട്ടുള്ളൂ, പക്ഷികൾ എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടിട്ടില്ല. We heard various sounds from this nature and I never see the beauty, or I never experience the real beauty of nature എന്ന് പരിഭവം പറയാതെ, താനിതുവരെ കണ്ണിന് ഈ ലോകത്തിലുള്ളതൊന്നും കണ്ടിട്ടില്ലെങ്കിലും താൻ ആർക്കു വേണ്ടി കാത്തിരുന്നോ, ആരോട് പ്രാർത്ഥിച്ചോ, അവൻ്റെ പാതയടികളെ പിൻപറ്റുന്നവനായിട്ട് ശിഷ്ടകാലം അവൻ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കർത്താവിൻ്റെ വഴിയാത്രയിൽ കർത്താവിനോട് ചേർന്ന് അവനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ ന്യൂ വിഷൻ ഓൾവേസ് പ്രൊവൈഡ്സ് എ ന്യൂ ട്രാൻസ്ഫോർമേഷൻ ഇൻ അവർ ലൈഫ്. ദെൻ വി വിൽ റിയലൈസ് who is our creator, who is our provider, who is our sustainer, who is helping us day by day in our feeble life. Bartimaeus realized this fact and he followed Jesus Christ after receiving the new vision in his life. Praise the Lord. Hallelujah. ഈ നോമ്പിൻ്റെ നാളുകളിൽ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമോ ദർശനമോ ഇല്ലാതെ വ്യക്തിപരമായ ജീവിതമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, ആധ്യാത്മിക ജീവിതമാകട്ടെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ജീവിതം നയിക്കുന്നവരുണ്ടെങ്കിൽ ശാന്തമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: ദൈവമേ, യഥാർത്ഥ ജീവിത ദിശ ലഭിപ്പാൻ എനിക്ക് ആന്തരികമായ ഒരു ദർശനം തരണമേ. എനിക്ക് പുറമേയുള്ള കാഴ്ചകൾ മാത്രമല്ല, ഉള്ളിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ചൈതന്യത്തെയും അർത്ഥത്തെയും കുറിച്ച് മനസ്സിലാക്കുവാൻ ഉള്ളിൽ എനിക്കൊരു ദർശനം തരണമേ. എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമുക്ക് ഈ നോമ്പിൻ്റെ നാളുകളിൽ ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ബർത്തിമായുടെ ജീവിതത്തിൽ ഉണ്ടായത്. രണ്ടാമത്തെ വേദഭാഗം, അതായത് ഇന്ന് ഫസ്റ്റ് ലെസണായിട്ട് വായിച്ച വേദഭാഗം, എസെക്കിയേൽ ചാപ്റ്റർ 37 വേഴ്സ് 1-14. We can see a vision of God's restoration of Israel. ഇസ്രായേലിന് കൊടുക്കാൻ പോകുന്ന ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് പ്രവാചകൻ ഒരു ദർശനം കൊടുക്കുകയാണ് ദൈവം. അത് എന്തുകൊണ്ടാണ് ന്യൂ വിഷൻ നമുക്ക് വേണ്ടത്, പുതിയ ദർശനം വേണ്ടതെന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ചിന്ത, ഇറ്റ് ഈസ് ഫോർ ന്യൂ ഹോപ്പ്. പുതിയ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് ഈ പുതിയ ദർശനം. അവർ കാണുന്നത് എന്താണ്? പ്രവാചകൻ കാണുന്നത് എന്താണ്? വാലി ഓഫ് ഡ്രൈ ബോൺസ്. അസ്ഥികൾ നിറഞ്ഞ, അസ്ഥികളെന്ന് പറഞ്ഞാൽ ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ, അസ്ഥി കൂമ്പാരങ്ങൾ നിറഞ്ഞ കാഴ്ചയാണ് പ്രവാചകൻ കാണുന്നത്. കണ്ടിട്ട് പറയുകയാണ്, ഇതിന് ജീവിക്കുമോ, ഇത് ജീവിക്കുമോ? നീ അതിനോട് പ്രവചിച്ചു പറയുക. പ്രവചിച്ചു പറയുമ്പോൾ അതിന് ത്വക്കും മാംസവും ഒക്കെ വരുന്നു. ഇനി 4 കാറ്റിനോട് നീ പ്രവചിക്കുക. അപ്പോൾ കാറ്റെ, നീ 4 വശത്ത് നിന്ന് ഊതി നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ വീശുക എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം ജീവനുള്ള ദേഹികളായി തീരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എസെക്കിയേൽ ചാപ്റ്റർ 37 വേഴ്സ് 1-14 we can see that vision. ആ കാഴ്ചയിലൂടെ ദൈവം എന്താണ് പ്രവാചകനെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്? പ്രവാസത്തിലായിരിക്കുന്ന ബാബിലോണിയൻ എക്സൈലിൽ ദേവാലയം നശിപ്പിക്കപ്പെട്ട് ജീവിതത്തിൻ്റെ സമസ്ത പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് പ്രവാസത്തിൻ്റെതായിട്ടുള്ള ദുഃഖത്തിലും വേദനയിലും നെടുവീർപ്പിലും കഴിയുന്ന ജനത്തിന് നിങ്ങളെ ഒരു നാളിൽ ദൈവം വീണ്ടെടുക്കും. God will regain you and redeem you from this painful exilic experience എന്നാണ് ദൈവം ഈ ദർശനത്തിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു പ്രത്യാശയില്ലാത്ത, സകലതും അസ്തമിച്ചു എന്ന് തോന്നിയ ഒരു ജനത്തിന് തീർന്നിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രത്യാശ ഉണ്ടാകും, നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ടാകും എന്നുള്ള മഹത്തായ ദർശനമാണ്
യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദൈവം ജനത്തിന് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ നോമ്പിൻ്റെ നാളുകളിൽ നാം ധ്യാനിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, എനിക്കൊരു പുതിയ ദർശനം ലഭിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്കൊരു പുതിയ പ്രത്യാശ തരുന്നു എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എത്രമാത്രം ഞാൻ തകർക്കപ്പെട്ടാലും എൻ്റെ ദൈവത്തിന് വീണ്ടെടുക്കാൻ കഴിയാത്തതായിട്ടൊന്നും എൻ്റെ ജീവിതത്തിലില്ല. If I am a broken person, my God can redeem me from the pit of my pain. എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഞാൻ തള്ളപ്പെട്ടാലും എൻ്റെ ദൈവത്തിന് എന്നെ ചേർത്ത് നിർത്താൻ കഴിയാത്ത യാതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഞാൻ എത്രമാത്രം ദുഃഖിതനായി തീർന്നാലും എൻ്റെ ദൈവത്തിന് എന്നെ തേടിയെത്താൻ സാധിക്കാത്ത ദുഃഖത്തിൻ്റെ താഴ്വരകളൊന്നും എൻ്റെ ജീവിതത്തിലില്ല. ഈ ലോകത്തിലെ പ്രതിസന്ധികൾ എന്നെ എത്രമാത്രം കീഴ്പ്പെടുത്തിയാലും, ജീവിതത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ട് ഞാൻ തകർച്ചയുടെ വക്കിലായാലും, എൻ്റെ ദൈവത്തിന് വീണ്ടെടുക്കാൻ സാധിക്കാത്ത തരത്തിലൊന്നും ഞാൻ തകർച്ചയുടെ അനുഭവത്തിലായിരിക്കുന്നില്ല എന്നുള്ളൊരു ബോധമാണ് നമുക്ക് ഈ വേദഭാഗം ധ്യാനിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. എ ന്യൂ ഹോപ്പ് ആൻഡ് മൈ റെഡീമർ ക്യാൻ റെഡീം മീ ഫ്രം ദ പിറ്റ് ഓഫ് സിൻ, pit of darkness, pit of uncertainties, pit of pain which is not explaining by using my tongue. അവർണ്ണനീയമായ വേദനകളുടെ അനുഭവത്തിലാകട്ടെ, രോഗത്തിൻ്റെ തീവ്രതയിലാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് തകർച്ചയിലുമാകട്ടെ, നിന്നെ രക്ഷിക്കാൻ, നിനക്ക് പുതിയ പ്രത്യാശ നൽകുവാൻ ദൈവം ജീവിക്കുന്നു എന്നുള്ള പ്രവാചക ദൂതാണ് ദൈവം ഈ വചനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ഇന്ന് വിശുദ്ധ ദിവസം ആരെങ്കിലും ജീവിതത്തിൽ, ഹൃദയത്തിൽ ചെറുതാകട്ടെ വലുതാകട്ടെ ദുഃഖം ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ആവശ്യഭാരങ്ങളുമായി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഈ ദേവാലയത്തിൽ വരുമ്പോൾ ആരും അറിയാതെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടോ? ജീവിതത്തിൽ എന്നെ ആര് സഹായിക്കും, എന്നെ ആര് വഴി നടത്തും, എൻ്റെ ഈ രോഗത്തിൻ്റെ നടുവിൽ ആരെനിക്ക് സൗഖ്യം തരും, എൻ്റെ ജീവിത പ്രയാസങ്ങളുടെ നടുവിൽ ആരെന്നെ വഴികാട്ടുമെന്ന് ദുഃഖിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ദർശനം, യെഹെസ്കേലിന് ദൈവം പകർന്നു കൊടുത്ത ദർശനം, ദ വിഷൻ ഓഫ് ഗോഡ്സ് റെസ്റ്റോറേഷൻ, ഇന്ന് നിങ്ങളോടുമാണ് വാസ്തവമായിട്ട് സംസാരിക്കുന്നത്. പ്രത്യാശ തരുന്നവൻ ദൈവമാണ്. ഒന്നും കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു സൂര്യപ്രകാശം കാർമേഘത്തിൻ്റെ ഉള്ളിലൂടെ കാണാൻ സാധിക്കുമ്പോഴാണ് അത് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. നാളെ ഒരു പുലരി നമുക്കായിട്ട് വെച്ച് നീട്ടുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു പ്രത്യാശ. ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ പുലരുമ്പോൾ ദൈവം ഈ ഭൂമിയെ ഇന്ന് സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മളാരും ഒന്നും കൊടുത്തിട്ടല്ല, നമ്മുടെ പുണ്യപ്രവൃത്തികൾ കണ്ടിട്ടല്ല, നമ്മുടെ സ്വഭാവ ശ്രേഷ്ഠത കണ്ടിട്ടില്ല, നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ വിശുദ്ധി കണ്ടിട്ടില്ല. only by his grace, only by his love, unfathomable love and care of Lord Almighty. That's why we are sustaining here and worshiping Lord Almighty today. So he will provide ന്യൂ ഹോപ്പ്, പുതിയ പ്രത്യാശ തരും. ഹല്ലേലൂയ! പ്രത്യാശയുടെ ദൈവം ജീവിക്കുന്നു. മൂന്നാമത്തെ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 10 മുതൽ 18 വരെയാണ്. എന്തിനാണ് ഈ പുതിയ ദർശനം? വൈ ഡു വി നീഡ് ദിസ് ന്യൂ വിഷൻ? എൻ്റെ മൂന്നാമത്തെ ചിന്തയാണ്, അതൊരു ന്യൂ മിഷന് വേണ്ടിയുള്ളതാണ്. വെറുതെ ഈ ന്യൂ വിഷൻ ലഭിച്ചിട്ട് കയ്യും കെട്ടി വെറുതെ ഇരിക്കാനല്ല. ഇറ്റ് ഈസ് ഫോർ ന്യൂ മിഷൻ, പുതിയ ദൗത്യത്തിന് വേണ്ടിയുള്ളതാണ് ഈ പുതിയ ദർശനം നമുക്ക് പകർന്നു തരുന്നത്. എന്താണ് പുതിയ ദൗത്യം? നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക എന്നുള്ള ദൗത്യവുമായിട്ട് നടന്ന ഒരു ചെറുപ്പക്കാരൻ, വിദ്യാസമ്പന്നൻ, കുലീനൻ, എല്ലാ ശ്രേഷ്ഠതയും സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ഉന്നത കുലജാതൻ. അദ്ദേഹം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിനെ ദൈവം പിടിക്കുകയാണ്. പിടിച്ചിട്ട് അവൻ്റെ ജീവിതത്തിൻ്റെ വേദനകളുടെ അനുഭവത്തിൽ അവന് സൗഖ്യം കൊടുത്ത് അവനെ പുതിയ ദൗത്യത്തിനായിട്ട് നിയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. റീഡയറക്റ്റിംഗ് പർപ്പസ്. ഹി ഹാഡ് എ പർപ്പസ് ബൈ ഹിംസെൽഫ്, ബട്ട് ഗോഡ് റീഡയറക്റ്റഡ് ഹിം ത്രൂ ഹിസ് പാത്ത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് പദ്ധതികളുണ്ട്. നമ്മൾ നമ്മുടെ പദ്ധതികളും പ്രകാരം ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ ചിലപ്പോൾ നിറവേറ്റി എന്നും ഇല്ല. ഇവിടെ ദൈവത്തിന് ശൗലിനെക്കുറിച്ച് പദ്ധതികളുണ്ട്. എന്നാൽ അവൻ അതിന് വിരുദ്ധമായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ
കാഴ്ചയില്ലാതെ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണ് അനന്യാസിനെ ദൈവം നിയോഗിക്കുകയാണ് അവന് സൗഖ്യം കൊടുക്കാൻ. അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ നൗ പോൾ റിയലൈസ് ദാറ്റ് സൗൾ ട്രാൻസ്ഫോംഡ് ആസ് പോൾ and he received the new vision for a new vision. He knows that what is my mission. എന്താണ് എൻ്റെ ജോലി എന്ന് അവന് കൃത്യമായിട്ട് അറിയാം. തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി സഞ്ചരിച്ച യോന പ്രവാചകനെ ദൈവം പിടിച്ചതിന് ശേഷം യോന തിരിച്ചറിയുന്നു, എൻ്റെ മിഷൻ ഇതല്ല, എൻ്റെ മിഷൻ വേറൊരു മിഷനാണ് എന്ന് തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, പുതിയൊരു മിഷന് വേണ്ടി പോളിനെ ശക്തീകരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവനായിട്ട് മാറി. അവനോട് നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു. നിൻ്റെ ആക്ഷൻ കൊണ്ട്, നിൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ ജീവിതത്തിൻ്റെ മേഖലകളിൽ പൊറുതിമുട്ടി പൗലോസേ. അതുകൊണ്ട് ഇനിയും നീ എന്നെ ശുശ്രൂഷിക്കുന്നവനായിട്ട് തീരണമെന്ന് കരുതി അവന് പുതിയൊരു മിഷൻ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശൗലിനെ പൗലോസായി രൂപാന്തരപ്പെടുത്തിയ കർത്താവേ, ഈ നോമ്പിൻ്റെ നാളുകളിൽ എന്തെങ്കിലും കുറവുകൾ എന്നിലുണ്ടെങ്കിൽ എന്നെ രൂപാന്തരപ്പെടുത്തി ഹെൽപ്പ് മീ ടു റിയലൈസ് ദാറ്റ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്, വൈ യു സെൻഡ് മീ ടു ദിസ് വേൾഡ്, to this family, to this society, while giving so much potentialities and capabilities in my life. Lord, what is the purpose of my life? I am passing through this earth at once. What is the purpose of my children? എന്താ about my children? എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താണ്? എൻ്റെ വീടിനെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താണ്? എൻ്റെ ഈ ജോലി മേഖലയിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താണ്? എന്ത് ദൗത്യമാണ് എൻ്റെ ദൈവമേ എൻ്റെ ഈ ഒരു ജീവിതം കൊണ്ട് നിനക്ക് പ്രസാദകരമായിട്ട് ഞാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എല്ലാവർക്കും ഒരുപക്ഷെ സ്റ്റാർ ആവാൻ സാധിച്ചു എന്ന് വരികയില്ല, പക്ഷേ വീടിന് വെളിച്ചം പകരുന്ന വിളക്കായിട്ട് മാറാനായിട്ട് സാധിക്കും. ഒരു കവിവാക്യമാണ് ഞാൻ പറഞ്ഞത്. ആകാശത്തിലെ താരമാകാനാകില്ലെങ്കിൽ എന്ത്, വീടിന് വെളിച്ചം പകരുന്ന വിളക്കായിട്ടിരുന്നു കൂടെ? ഒരുപക്ഷെ സ്റ്റാർ ആവാൻ സാധിച്ചില്ല എങ്കിലും നമുക്ക് വിളക്കുകളാകാനായിട്ട് സാധിക്കും. ആയിരിക്കുന്ന സാഹചര്യത്തിൽ, ആയിരിക്കുന്ന കുടുംബത്തിൽ, വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രൊഫഷൻ കൊണ്ട്, ജീവിതത്തിൻ്റെ പല പല മേഖലകളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും നന്മയും മറ്റുള്ളവരിലേക്ക് വഴിഞ്ഞൊഴുകുന്ന നീർച്ചാലുകളായിട്ട് മാറാൻ നമുക്കൊരു പക്ഷേ സാധിച്ചു എന്ന് വരും. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്. ഈ നോമ്പിൻ്റെ നാളുകളിൽ അപ്രകാരം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ന്യൂ മിഷൻ, ന്യൂ വിഷൻ ഫോർ ന്യൂ മിഷൻ, ന്യൂ വിഷൻ ഫോർ ന്യൂ മിഷൻ. അവസാനമായിട്ട് ഒരു ചിന്ത കൂടി പറയട്ടെ. എന്തിനാണ് ഈ ന്യൂ വിഷൻ? എന്തിനാണ് ഈ നവദർശനം കർത്താവ് പകർന്നു തരുന്നത്? ഇറ്റ് ഈസ് ഫോർ ന്യൂ ഗോൾ, ഒരു പുതിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഇന്ന് ഇവിടെ ലേഖനഭാഗമായിട്ട് വായിച്ച വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 3-ാമത്തെ അധ്യായം 7-16, 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പൗലോസ് സാക്ഷിക്കുന്നതാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രസ്സിംഗ് ടുവേർഡ്സ് ദ ഗോൾ. അതുവരെ ലക്ഷ്യത്തിൽ നിന്നും മാറി സഞ്ചരിച്ച പൗലോസ് പറയുകയാണ്, നൗ ഓൺവേർഡ്സ് ഐ ഹാവ് എ ന്യൂ ഗോൾ ദാറ്റ് ഈസ് ഫോർ ക്രൈസ്റ്റ്. കർത്താവിനോട് ചേർന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പിന്നിലുള്ളതെല്ലാം മറക്കുകയാണ്. എൻ്റെ മുമ്പിലുള്ളതിനു വേണ്ടി ഞാൻ ആയുകയാണ്. ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക്, വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ജീസസ് കോൾസ് us to fix our eyes on his eternal purpose. ക്രിസ്ത്യാനികളുടെ ജീവിതം ഇവിടം കൊണ്ട് ഒതുങ്ങുന്നില്ല. We have an eternity. What is about our eternity? As we are living in this world, which is so എന്താണ്, താൽക്കാലികമാണ്. എന്നാൽ ഇവിടെ താമസിച്ചുകൊണ്ട് നിത്യതയെക്കുറിച്ച് ദർശനമുള്ളവരായി ജീവിപ്പാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ജീസസ് കോൾസ് us to fix our eyes on him. നമ്മൾ ഏത് കൾച്ചറിൽ വളർന്നാലും we should grow towards the culture of Jesus. Praise the Lord. Hallelujah.
The culture of Jesus is same in every place. Does not change. So we should fix our eyes on Jesus Christ and to grow towards that culture. പൗലോസ് പറയാണ്, ഞാൻ ആ നിത്യതയുടെ അല്ലെങ്കിൽ പരമവിളിയുടെ വിരുദ്ധനായിട്ട് ലാക്കിലേക്ക് ഓടുകയാണ്. ഇന്ന് എന്തെല്ലാം നമ്മളെ പിടിച്ചു നിർത്തുന്നതുകൊണ്ട് ഈ ജീവിതമാകുന്ന ട്രാക്കിൽ ഓടുമ്പോൾ നമ്മുടെ ദൃഷ്ടികളെ വേറെ ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ മാടി വിളിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ മാടി വിളിക്കും, നമ്മുടെ ജീവിതങ്ങളെ മാടി വിളിക്കും. ക്രിസ്തീയ ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് നമ്മളെ തകർത്തെറിയാൻ എന്തെല്ലാം മോഹങ്ങൾ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. നമ്മളെവിടെയാണ് നമ്മുടെ കണ്ണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, നിൻ്റെ നിക്ഷേപമുള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. വേർ ഇസ് യുവർ ട്രഷർ? ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയിൽ ദൈവം തമ്പുരാൻ വളരെ അസന്നിഗ്ധമായി നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്, നമ്മുടെ കണ്ണുകൾ കർത്താവിങ്കലേക്ക് വെപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. Not only not to fulfill the needs of these worldly matters, but also we have to be prepared for eternity. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കമുള്ളവരായിട്ട് ജീവിപ്പാനായിട്ട് ദൈവം നമ്മളെ ഇടയാക്കണം. So we want a refocusing in our journey. കഴിഞ്ഞ പോയിന്റ് ഞാൻ പറഞ്ഞു റീഡയറക്റ്റിംഗ് പർപ്പസ്. We wanted to refocus. നമ്മൾ കർത്താവിങ്കലേക്ക് കണ്ണുകളെ വെച്ച് ഈ നോമ്പിൻ്റെ നാളുകളിൽ എന്തിനാണ് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നത്? എല്ലാ ദിവസവും എന്തിനാണ് ദൈവവചനം ധ്യാനിക്കുന്നത്? എന്തിനാണ് പ്രാർത്ഥനകൾ ഉരുവിടുന്നത്? ചിലരൊക്കെ പറയും ഇതൊന്നും ഒരു ആവശ്യമില്ലേ എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷേ വി ആർ ട്രൈയിങ് ടു ഫിക്സ് അവർ ഐസ് ഓൺ ജീസസ്. ആസ് ഐ ആം റീഡിങ് എ പ്രെയർ, ലോർഡ് ഐ എക്സ്പീരിയൻസ് യുവർ പ്രസൻസ്. ഈ ലോകത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകളുടെ നടുവിൽ ഞാൻ അറിയാതെ പോയ നിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുന്ന അനുഭവങ്ങളാണ് എൻ്റെ ആരാധന. വിശുദ്ധ കുർബാനയിൽ വന്ന് അപ്പവും വീഞ്ഞും ഭക്ഷിച്ച് പ്രാർത്ഥനകൾ ഉരുവിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ, ലോർഡ് ടുഡേ ഐ ഫിക്സ് മൈ ഐസ് ഓൺ യു. ഞാൻ പ്രാർത്ഥനയിൽ പറഞ്ഞ എൻ്റെ ഇളയ മോള് നന്മ എപ്പോഴും എന്നോട് പറയുന്നതാണ്, ഐ വിൽ കീപ് മൈ 2 eyes ഓൺ യു. ഞാൻ പ്രാർത്ഥനയിൽ ഒരിക്കലും എവിടെയോ പറഞ്ഞു, പപ്പ അവൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ പറയും, ഐ വിൽ കീപ് മൈ 2 eyes ഓൺ യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നിന്നെ എപ്പോഴും നോക്കുന്നുണ്ട്, നിനക്ക് ആ നോട്ടത്തിൽ നിന്ന് ഒരു മാറ്റം ഇല്ല. കർത്താവ് എന്നോട് എപ്പോഴും പറയുന്നുണ്ട്, സന്തോഷ്, ഐ വിൽ കീപ് മൈ ഐസ് ഓൺ യു. അവൻ ഇമ്മാനുവേൽ. നമ്മൾ ക്രിസ്മസിനൊക്കെ പറയാൻ എളുപ്പമാണ്, ഇമ്മാനുവേൽ ഇമ്മാനുവേൽ, ഗോഡ് ഈസ്. ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ആർ യു വിത്ത് ഗോഡ്? ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എല്ലാ ക്രിസ്മസിലും പറയും. ഈസ് ഇമ്മാനുവേൽ, ഈസ് റെഡീമർ, ഈസ് റിസറക്റ്റിംഗ്, resurrected God, he is risen from the dead. Are you with God? Lord, I will keep my 2 eyes on you. Papa, I will keep my 2 eyes on you. എൻ്റെ ദൈവമേ, നീ എന്നെ നോക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ കണ്ണും നിന്നെ നോക്കിയിരിക്കാൻ. ഹല്ലേലൂയ. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തും എൻ്റെ ആത്മാവ്, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു, എൻ്റെ ദേഹി നിനക്കായി കാംക്ഷിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുക, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തും. അവിടെ വെള്ളത്തിനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ അങ്ങനെയുള്ള ദേശത്ത് പോലും ദൈവമേ ഞാൻ നിനക്കായിട്ടാണ്. മൈ പ്രയോറിറ്റി ഈസ് യു. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. പല ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. പൗലോസ് പറയുന്നത് ചവറെന്നെണ്ണുകയാണ്. എനിക്ക് ഈ ലോകത്തിലുള്ളതെല്ലാം ഞാൻ ചവറെന്നെണ്ണുകയാണ്, ഒന്നിലും ആശ്രയിക്കുന്നില്ല. വലിയ പഠിത്തമുള്ള ആളാണ് അല്ലേ, 13 എപ്പിസിൽസ് എഴുതിയിട്ടുള്ള ആളാണ്, പലയിടങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്, വളരെ ഉന്നത കുലജാതനാണ്, വളരെ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്. പറയുന്നു ചവറാണിതെല്ലാം, ഇതെല്ലാം താൽക്കാലികമാണ്, ചവർ, എല്ലാം ചവറാണ്. എന്നിട്ട് പൗലോസ് പറയുന്നു, ലഭിച്ചു കഴിഞ്ഞോ എന്നല്ല, ഞാൻ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ഇനി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്രോയിങ് ടുവേഡ്സ് ദാറ്റ് ഇറ്റേണിറ്റി. അതിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. ഞാനെന്ന്
പൂർണ്ണത പ്രാപിച്ചവനെന്നുള്ളതല്ല, എല്ലാം തികഞ്ഞു എന്നല്ല. ചർച്ചിൽ വന്നെന്ന് കരുതിയോ, ആരാധന വന്നുകൊണ്ട് കരുതിയോ ഐ ആം എ കംപ്ലീറ്റ് ഹ്യൂമൻ എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഐ ആം ട്രൈയിങ് ടു ഗ്രോ. അടുത്ത നിമിഷം ഞാൻ തെറ്റിപ്പോകാം, പക്ഷേ ദൈവമേ ഞാൻ ശ്രമിക്കുകയാണ്. ഐ ആം ട്രൈയിങ് ടു ഗ്രോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം ഒത്തിരിയായി, ഞാൻ അവസാനിപ്പിക്കുക. വേറെ 1-2 കാര്യം കൂടി പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പം പറയുന്നില്ല. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചത് ന്യൂ വിഷൻ, പുതിയ ദർശനം നൽകുന്ന ക്രിസ്തു എന്നുള്ളതാണ്. എന്തിനാണ് ഈ പുതിയ ദർശനം? ഇറ്റ് ഈസ് ഫോർ ന്യൂ ട്രാൻസ്ഫോർമേഷൻ. സെക്കൻഡ്, ഇറ്റ് ഈസ് ഫോർ ന്യൂ ഹോപ്പ്. ഇറ്റ് ഈസ് ഫോർ ന്യൂ മിഷൻ ആൻഡ് ഇറ്റ് ഈസ് ഫോർ ന്യൂ ഗോൾ. അങ്ങനെ നിത്യതയ്ക്ക് വേണ്ടി ലോകത്ത് ജീവിക്കുമ്പോൾ അർത്ഥപൂർണ്ണമായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. Now I invite Mr. Georgie Mathai to lead us in prayer.